ഇനി രാജ്യാന്തര വാർത്തകളുടെ സമയമാണ്. ജെയിംസ് സാറിന്റെ സമയമാണ്. ജെയിംസ് സാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ജെയിംസ് സാർ. ഗുഡ് മോർണിംഗ് ഹാഷ്മി. ഗുഡ് മോർണിംഗ് പ്രവിത. ഹായ്. അതെ, അപ്പോൾ നമുക്ക് പറയാനുള്ളത് ഹോർമസ് കടലിടുക്കിൽ ഉപരോധം തുടർന്നാൽ അമേരിക്കൻ കപ്പലുകൾ മുക്കുമെന്ന് ഇറാന്റെ ഒരു ഭീഷണി വരുന്നുണ്ട്. ഇറാന്റെ 10 എണ്ണക്കപ്പലുകൾ തടഞ്ഞുവെന്ന് അമേരിക്കയും പറയുന്നുണ്ട്. അമേരിക്ക ഇറാൻ രണ്ടാംവട്ട ചർച്ചയുടെ ഭാഗമായി പാക് സൈനിക മേധാവിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇറാനിലെത്തിയിട്ടുണ്ട്. ചെങ്കടലിലും ഒമാൻ കടലും ഉപരോധം തീർക്കുമെന്ന് ഇറാന്റെ ഭീഷണിയുണ്ട്. അങ്ങനെ ഭീഷണിക്കും സമാധാന ചർച്ചയ്ക്കും ഇടയിലൂടെ കടന്നുപോകുന്ന ദിവസങ്ങളാണ്. എന്താണ് നിലവിലെ സാഹചര്യം? പ്രവിത, വലിയ രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ ഹോർമൂസ് കടലിടുക്കിനെ ചുറ്റിപ്പറ്റി കിടക്കുന്നത്. ലോകത്തിലെ 20% എണ്ണ, പെട്രോളും ഡീസലും പാചകവാതമൊക്കെ കടന്നു പോകുന്ന കടലിടുക്ക്, 33 കിലോമീറ്റർ മാത്രം വീതിയുള്ള കടലിടുക്ക് ഇപ്പോൾ ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയിൽ നിൽക്കുകയാണ്. ഇറാനിലെ തുറമുഖങ്ങളെല്ലാം ഉപരോധിച്ചിരിക്കുകയാണ് അമേരിക്ക. ഒറ്റ കപ്പൽ പോലും ഇറാനിന്റെ കപ്പലുകൾ പുറത്തേക്ക് വിടുന്നില്ല. 10 എണ്ണക്കപ്പലുകൾ പുറത്തേക്ക്, കാർഗോ ഷിപ്പ് അടക്കം പുറത്തു കിടക്കാൻ ശ്രമിച്ചതിനെ തടഞ്ഞു എന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. അതിന് ചുട്ട മറുപടിയായിട്ട് ഇറാൻ വന്നിട്ടുണ്ട്. ഇറാൻ പറയുന്നത് ഈ രീതിയിൽ പോയാൽ ചെങ്കടലും അതുപോലെ തന്നെ ഒമാൻ കടലും തങ്ങൾ ഉപരോധിക്കുമെന്ന് ഇറാൻ പറഞ്ഞിരിക്കുന്നു. എന്ന് മാത്രമല്ല, അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ ഞങ്ങൾ മുക്കും എന്ന് ഇറാന്റെ ഭീഷണി വന്നിരിക്കുന്നു. അപ്പൊ അങ്ങനെ വളരെ സംഘർഷ ഭരിതമായിട്ടാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോ ഒരു ആശ്വാസത്തിൻ്റെത് വന്നിരിക്കുന്നത്. പാകിസ്ഥാന്റെ സൈനിക മേധാവി അസീം മുനീറും അവിടുത്തെ ആഭ്യന്തര മന്ത്രി അടക്കമുള്ള സംഘം ഇറാനിലെത്തി ഇറാനെ രണ്ടാം വട്ട ചർച്ചയ്ക്ക് പ്രേരിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. പാകിസ്ഥാൻ ആദ്യം ചർച്ച നടത്തിയൊന്ന് പൊള്ളിയതാണ്. കാരണം 21 മണിക്കൂർ ചർച്ച നടത്തിയിട്ട് ഒന്നും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ് അടക്കമുള്ള അമേരിക്കൻ സംഘം അപ്പോൾ തന്നെ അവിടുന്ന് മടങ്ങിപ്പോവുകയും ചെയ്തു. എന്തായാലും ഇറാൻ പറയുന്നത് അമേരിക്ക വലിയ ആരോപണങ്ങളും അതുപോലെ തന്നെ ആവശ്യങ്ങളും ഉന്നയിക്കുന്നു. അണുവായുധത്തിന്റെ ഇത് പാടില്ല, സമ്പുഷ്ട യുറേനിയത്തിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാവണം, അതുപോലെ തന്നെ അങ്ങനെ തുടങ്ങിയ ഒരുപാട് ആവശ്യങ്ങളാണ് അമേരിക്ക മുന്നോട്ട് വെച്ചിരുന്നത്. പക്ഷേ ഇറാന്റെ ആവശ്യം ഹോർമോസ് കടലിടുക്കിന് മേൽ തങ്ങൾക്ക് പരമാധികാരം വേണം, $20 ലക്ഷം അവര് ടോള് പിരിക്കും എന്ന് മാത്രമല്ല, നാശനഷ്ടങ്ങൾ സംഭവിച്ചതിന് ഇറാന് നഷ്ടപരിഹാരം നൽകണം തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങൾ ഇറാൻ വെച്ചിരുന്നു. പക്ഷേ ഇനിയും ഒരു രണ്ടാം വട്ട ചർച്ചയ്ക്കുള്ളൊരു സാധ്യത തെളിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ചർച്ചകൾ നടത്തേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ പാകിസ്ഥാൻ അതിൻ്റെ റോള് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇന്ത്യക്ക് നഷ്ടപ്പെട്ട ഒരു റോള് പാകിസ്ഥാൻ എടുത്ത് വീണ്ടും രണ്ടാം വട്ട ചർച്ച നടത്തി ഈ സമാധാനം ആരു വഴിയായാലും സമാധാനം വരട്ടെ, സമാധാന ചർച്ചകൾക്ക് നേതൃത്വം നൽകാനുള്ള നീക്കത്തിലാണ്. അതിന്റെ ഭാഗമായിട്ടാണ് പാകിസ്ഥാൻ ആഞ്ഞുപിടിക്കുന്നത്. പാകിസ്ഥാന് സൗദിയുമായിട്ട് ഒരു കരാറ് കൂടിയുണ്ട്. പ്രത്യേകിച്ച് അവര് സൈനിക കരാറിൽ സൗദിയെ രക്ഷിക്കാൻ വേണ്ടി പാകിസ്ഥാന്റെ സൈന്യം സൗദിയിൽ എത്തിയിട്ടുമുണ്ട്. അപ്പൊ ഇറാനും സൗദിയും തമ്മിലും ബന്ധമുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് പാകിസ്ഥാൻ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ജെയിംസ് സാർ, ഈ പറയുന്ന ആയത്തുള്ള അലി ഖമനയെ കൊന്നതിന്റെ ഏതാനും മണിക്കൂറുകൾക്ക് പിന്നാലെ തന്നെ ഈ ഗൾഫ് മേഖലയിലുള്ള അമേരിക്കൻ എയർബേസുകൾക്ക് വലിയ ആക്രമണം ഇറാൻ നടത്തുകയും അവർക്ക് വലിയ നാശം ആ മേഖലയിലൊക്കെ ഉണ്ടാകുകയും ചെയ്തു. അപ്പോൾ അതൊക്കെ ഒരു ചൈനീസ് സാറ്റലൈറ്റ്, സ്പൈ സാറ്റലൈറ്റിന്റെ സഹായത്തോടെയാണ് എന്നൊരു വെളിപ്പെടുത്തൽ ഈ ദിവസങ്ങൾ വരുന്നുണ്ട്. അത് അമേരിക്കയെ അങ്ങേയറ്റം അസ്വസ്ഥമാക്കാൻ പോകുന്ന ഒരു വെളിപ്പെടുത്തലാണ് ജെയിംസ് സാർ. തീർച്ചയായിട്ടും ഹാഷ്മി, അമേരിക്ക ഒരുപക്ഷെ വലിയ രീതിയിൽ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു, ഒരു തരത്തിലും ചൈന ആയുധങ്ങൾ നൽകരുത്, സഹായം നൽകരുത് ഇറാന്. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം, ചൈനയെ സംബന്ധിച്ചിടത്തോളം അവര് ബിസിനസ് പാർട്ട്നേഴ്സ് ആണെന്ന് മാത്രമല്ല, ഇറാന്റെ 80% എണ്ണ വാങ്ങുന്നത് ചൈനയാണ്. വെനിൻസുവേലയിൽ നിന്ന് 80% വാങ്ങിയിരുന്നത് ചൈനയായിരുന്നു. അപ്പൊ അവിടെയൊക്കെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് അമേരിക്ക. അപ്പൊ തങ്ങളുടെ സ്ഥലത്ത് വന്ന് തങ്ങളുടെ പാർട്ട്നേഴ്സായിട്ടുള്ള രാജ്യങ്ങളെ ആക്രമിക്കുന്നു എന്നുള്ളൊരു ചൈനയും വലിയ അസ്വസ്ഥരാണ്. പക്ഷെ അതിനിടയിലാണ് ഇപ്പോൾ ചൈനയുടെ ചാര ഉപഗ്രഹം നൽകിയാണ് ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കയുടെ ബേസുകളെ കൃത്യമായി ടാർഗറ്റ് ചെയ്തത് എന്നുള്ള വാർത്ത വരുന്നു. അത് അമേരിക്കയെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നതാണ്. അമേരിക്കയ്ക്ക് ഒരു തരത്തിൽ അംഗീകരിക്കാൻ കഴിയുന്നില്ല. ചൈനയ്ക്ക് പലതവണ വാർണിംഗ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ചൈനയും ഒരു നാവിക ശക്തിയാണെന്ന് ഓർക്കണം. കാരണം അമേരിക്കയായിരുന്നു ഇതുവരെ ലോകത്തിലെ ഏറ്റവും വലിയ നാവിക ശക്തി. പക്ഷേ നാവിക ശക്തിയിൽ ചൈന ഓവർടേക്ക് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അമേരിക്കയും ചൈനയും തമ്മിൽ നാവിക ശക്തിയിലുള്ളൊരു ബലാബലത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുമോ എന്ന് ആശങ്കപ്പെടുന്നവരുണ്ട്. പക്ഷെ അതിനിടയിലാണ് ഹാഷ്മി, ഇപ്പോൾ ലെബനോനിൽ ഇപ്പോൾ കൂടുതലായിട്ടുള്ള ആക്രമണം നടക്കുകയാണ്. ഇസ്രായേൽ നടത്തിയ ഒരു ആക്രമണം ആംബുലൻസിന് മേലാണ്. ആംബുലൻസിൽ ഉണ്ടായിരുന്ന മെഡിക്കൽ പ്രവർത്തകരായിട്ടുള്ള 4 പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കൂടി ഇതോടൊപ്പം വരുന്നുണ്ട്. ലെബനോനിൽ ആക്രമണം നടത്തുന്നതിനെ ഫ്രാൻസും ബ്രിട്ടനും അടക്കമുള്ള ഒരുപാട് രാജ്യങ്ങൾ എതിർത്തിട്ടുണ്ട്.
ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വീണ്ടും ട്രംപിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു. ട്രംപ് നടത്തിയ വിമർശനത്തെ ഞങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ രംഗത്ത് വന്നിരിക്കുന്നത്. ഒപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുള്ളത്, അമേരിക്കയുടെ സെനറ്റിൽ നടന്ന വോട്ടെടുപ്പിൽ ഒരു കഷ്ടിച്ച 5 വോട്ടിന്റെ വ്യത്യാസത്തിന് ട്രംപ് തൽക്കാലം രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഡെമോക്രാറ്റിക് പാർട്ടി ഇറാൻ യുദ്ധം നിർത്തണമെന്ന് ആവശ്യപ്പെടുന്ന പ്രമേയം അത് പാസ്സായിരുന്നെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ യുദ്ധം നിർത്തേണ്ടി വന്നേനെ. പക്ഷേ 52-47 ട്രംപിനെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടി അത് പാസ്സാക്കിയെടുത്തു. അവർക്കാണ് അപ്പർ ഹൗസിൽ സ്വാതന്ത്ര്യമുള്ളത്. പക്ഷേ അവർ പറയുന്നത് ഈ മാസം കൂടി കഴിഞ്ഞ് യുദ്ധം അവസാനിച്ചില്ലെങ്കിൽ ഞങ്ങൾ പലരുടെയും നിലപാട് മാറും. 3 പേര് നിലപാട് മാറ്റിയാൽ യുദ്ധം നിർത്തണമെന്ന് US സെനറ്റ് പ്രസിഡന്റിനോട് ആവശ്യപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്താം. എന്തായാലും കാര്യങ്ങൾ ഇപ്പോഴും അസ്വസ്ഥമായിട്ട് തുടരുകയാണ്. 2ാം വട്ട ചർച്ചയുണ്ടാവുമോ, പ്രശ്നങ്ങൾ അവസാനിക്കുമോ എന്നറിയണം. ഇസ്രായേൽ ഇതിനൊന്നും വഴങ്ങുന്നില്ല. ഇസ്രായേൽ ഇങ്ങനെ കരയുദ്ധം നടത്തി ലെബനന്റെ ഒരുപാട് ഭാഗങ്ങൾ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹാഷ്മി, പ്രവിത. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും തരത്തിൽ സമാധാനത്തിന്റെ വെള്ളപ്പതാക ഇപ്പോഴും അങ്ങനെ പ്രകടമായി കാണാനില്ല എന്ന് പറയുമ്പോൾ പോലും നേരത്തെ ഉണ്ടായ അക്രമങ്ങളിലേക്ക് പോകുന്നില്ല, അത് ഹോർമൂസിലേക്ക് മാത്രം ചുരുങ്ങുന്നുണ്ട്. അവിടുത്തെ പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിക്കപ്പെടട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.